സൂര്യനുദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെമ്പിന്റെ തകടിന്റെ നിലമാണ്. ഹബീബായ നബി ആയിഷ ബീവിയുടെ ചെമ്പിന്റെ നിലമാണ്. മാത്രമല്ല ഒരാളെ കാലവും ചെറുപ്പില്ല, ആരെ കാലവും നാളെ മനുഷ്യരെ ചെറുപ്പില്ല. ചെറുപ്പില്ലാണ്ട് മാത്രമല്ല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാളെ മനുഷ്യരാ ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഡ്രസ്സില്ല, ആണും പെണ്ണും ആർക്കും ഡ്രസ്സില്ല. നാളെ മനുഷ്യരാ ലോകത്ത് ഒരുമിച്ച് കൂട്ടുകയാണ് ചെന്നപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവി കേട്ടു, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് വാ സബറത ഫുആദി യാ റസൂലല്ലാഹ്, നാളെ മനുഷ്യരാ ലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഞങ്ങളെല്ലാവരെയും അവിടെ കൂട്ടുമ്പോ ഞങ്ങളെല്ലാവരും അവിടേക്കും ബന്ധുവോ. നക്ക് ഡ്രസ്സില്ല, നിനക്ക് ഡ്രസ്സില്ല, നിന്റെ ഔറത്ത് നിങ്ങൾ നോക്കല നബിയേ, നിങ്ങൾ ഔറത്ത് നാം നോക്കല നബിയേ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അൽ-അംറു അശദ്ദു മിൻഹു യാ ആയിഷ, അന്റെ കാര്യമുണ്ടല്ലേ, അന്റെ വിഷയമുണ്ടല്ലേ, ഭയങ്കരമായ വിഷയമാണ് ആയിഷ. അന്റെ ആരും ഔറത്തിനെ നോക്കുന്ന പ്രശ്നമില്ല ആയിഷ. ആരെയും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരാവുന്നതാണ്. ബാപ്പാടെ നാടുമ്പോ മക്ക പോട്ടാറ്, ഉമ്മടെ നാടുമ്പോ മക്ക പോട്ടാറ്, സുബ്ഹാനല്ലാഹ് നമ്മളെ നാടുമ്പോ പോട്ടാറ്, ആരുടെ നാടുമ്പോ പെണ്ണ് പോട്ടാറ്, ആരും അപ്പുറം ഇപ്പുറം നോക്കില്ല, എല്ലാവരും അപ്പുറം ഇപ്പുറം ഓട്ടാറ്. നഫ്സി നഫ്സി, എന്റെ തകിരാവസ്ഥ എന്താ അല്ലാഹ്, എന്റെ തകിരാവസ്ഥ എന്താ അല്ലാഹ്, അച്ഛനാമീൻ എല്ലാവരും അപ്പുറം ഇപ്പുറം ഓട്ടാറ്, എല്ലാവരും അപ്പുറം ഇപ്പുറം ഔറത്ത് നോക്കണ വിഷയമില്ലാണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്റെ ഔറത്ത് നോക്കണ വിഷയമില്ല ആയിഷ. ഇന്ത്യ പണികൾ കൂടെ ഒരു നല്ല ഒരു പെണ്ണ് നല്ല ചന്തത്തിൽ ഒരു ഡാൻസ് ആക്കാറുണ്ട്. എത്ര ആളുണ്ട് പറഞ്ഞവരെ, എത്ര ആൾ പറഞ്ഞ ഡ്രസ്സല്ലേ, എത്ര ആളാണ് ഫുള്ള് ഡ്രസ്സല്ലേ, നല്ല ചന്തത്തിൽ ഒരു ഡാൻസ് ആക്കുന്നുണ്ട്. എത്ര ആൾ പറഞ്ഞു നോക്കുന്നില്ല. അതേ കാലത്ത് അന്ന് ഒരു പെണ്ണ് ഫുള്ള് നെല്ലയായി അവർ ഡ്രസ്സേ ഇല്ല, ആഴങ്ങളുണ്ടാവില്ല, ആ വിഷയമേ കിടക്കില്ല. എല്ലാവരും ആദം നബി അലൈഹിസ്സലാം മുതൽ എന്റെ പ്രവാചകൻ ലോകൈക ഗുരു വിശ്വവിമോചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള എല്ലാ മനുഷ്യന്മാരും എല്ലാ നബിമാരോട് ഉൾപ്പെട്ടാണ്. നഫ്സി നഫ്സി, എന്റെ തകിരാവസ്ഥ എന്താ അല്ലാഹ്, എന്റെ തകിരാവസ്ഥ എന്താ അല്ലാഹ് ഉൾപ്പെട്ടാണ്. എത്രത്തോളം ചെന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തില്ല ദുആ നടത്തുക, ആമീൻ കേൾക്കില്ല, അതല്ല തന്നെ ചെല്ലും ആമീൻ നടത്തുന്നത്, ആമീൻ കേൾക്കുമ്പോൾ ചെല്ലും ഇമാം സുന്നത്തുൽ ദുആ ചോറാണ്, ദുആ ചോറാണ് എങ്ങനെ കൊടുക്കുന്ന മാമൂമി ആമീൻ ചെല്ലുന്നത് മാത്രം ആമീൻ ചെല്ലുന്നത് ഇമാം നല്ല അപ്പോൾ നിങ്ങളുടെ ദുആ ആമീൻ വേണമായിട്ടാണ് ചോറ് തോന്നുന്നത് ചോറ് ചെല്ലും കേൾക്കുമ്പോൾ ചോറ് പള്ളി സാധാരണ കേൾക്കുമ്പോൾ എന്താ ചെല്ലും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ല് നാളെ മനുഷ്യരാ ലോകത്ത് ആത്മാരെല്ലാവരും പേർക്കുമുങ്ങി കുളിക്കലാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ മനുഷ്യര് മുട്ടുപോലെ വേണ്ടതുള്ളാണ്. സുബ്ഹാനല്ലാഹ്, പോലെ വേണ്ടതുള്ളാണ്. ഒരാൾമാർ നെഞ്ചുപോലെ വേണ്ടതുള്ളാണ്. ചില ആൾമാർ ഫുള്ള് കൗത്രവും പോലെ വേണ്ടതുള്ളാണ്. വേണ്ടത് എല്ലാവരും അപ്പുറം ഇപ്പുറം തന്നോടെ കൊടുത്താ മനുഷ്യരാമുഖത്ത് വെച്ചിട്ട് ആത്മാർക്ക് ചൂട് സതിക്കൊരു തീരാട്ട് ആത്മാർ ചെല്ലാറ്. അല്ലാഹുവേ അല്ലാഹുവേ, ഈ മനുഷ്യരുടെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുക അല്ലാഹ്. ഞങ്ങൾ നീ നരകത്തിലേക്ക് കഴിച്ചെന്നും വലിയ വിജയമല്ല, നരകത്തിന് നീ ഞങ്ങളെ വലിച്ചെറിഞ്ഞെന്നും വലിയ വിജയമല്ല അല്ലാഹ്. പക്ഷേ ഈ മനുഷ്യരുടെ ചൂട് സഹിക്കാൻ
അർശന തണലിൽ കൊടുക്കുക. അർശന തണൽ എന്നത് യൗമലാ ഇല്ല ഇല്ലാ മിൻഹു. അവിടെ തണലില്ല മഹ്ശറാമുറ്റത്ത് ഒരു കർച്ചീമുറക്കാർ ഒരു കപ്പലിന്റെ തണൽ പോലും ഇല്ലാത്ത മഹ്ശറാമുറ്റത്ത് 7 വിഭാഗം ആൾക്കാർക്ക് 7 കൂട്ടം ആത്മാവ് അല്ലാഹു അർശന തണലിൽ കൊടുക്കുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹബീബായ നബി ചെന്ന ഒരു മനുഷ്യനാണ് ഒരു വിഭാഗം ആത്മാവാണ് കൊടുക്കുന്ന വറജുൽ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി. പള്ളിയുമായിട്ട് ബന്ധമുള്ള മനുഷ്യ എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോൾ നോക്കും പള്ളിയുടെ വിഷയം എപ്പോൾ നോക്കി ഇവിടെ ഒരു 10 വയസ്സിൽ എപ്പോൾ മനസ്സിൽ അതേപോലെ ഒരു മനുഷ്യരുടെ മനസ്സിൽ എപ്പോ നോക്കിയോണ്ട് അവിടെ പള്ളിയെ കുറിച്ചിട്ട് പള്ളി സുബ്ഹാനല്ലാഹ് പള്ളിയിൽ വാങ്ങുക പള്ളിയിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കണം ഞാൻ പോയിട്ട് പള്ളിയിൽ നിസ്കരിക്കണേ പള്ളിയുടെ സലാത്ത് മജ്ലിസിലേക്ക് ഞാൻ പോട്ടെ അവിടെ മജ്ലിസിലൂറാണ് ഇവിടുത്തെ മജ്ലിസിലൂർ എങ്ങനെയായിരിക്കും അല്ലാഹു അവിടെ ആത്മാവുള്ള ഞാനില്ലെങ്കിൽ അവിടെ പള്ളി എന്തായിരിക്കും പള്ളിയെ കുറിച്ചിട്ടുള്ള ചിന്ത 24 മണി ദുഹർ വാങ്ങുക നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് രണ്ടാമത് പള്ളി ദാസർക്ക് അവരുടെ മനസ്സിൽ എപ്പോ പള്ളിയിൽ കൊണ്ട് എപ്പോ വാങ്ങാവുന്ന ചിന്ത ഇങ്ങനെ എപ്പോ നോക്കിയാൽ പള്ളിയെ കുറിച്ച് ആചാരങ്ങളോടോ നാളെ അർശന തണൽ കിട്ടുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ എന്താ ചിന്തയുണ്ട് പള്ളിയെ പോലെ അടുത്തൊരു വിയാറുണ്ട് അല്ലേ പണ്ടത്തുള്ള ഞങ്ങളുടെ ബാപ്പമാറുള്ള സുബാനുള്ള പള്ളിയിൽ പോലും എത്ര കഷ്ടം 2-3 കിലോമീറ്റർ നടന്നിട്ട് എത്രയോ ദൂരത്തിലുള്ള പള്ളിയിൽ പോയിട്ട് ഇനി ഞങ്ങളുടെ കാലിന്റെ അടിയിലെ പള്ളി ഞങ്ങളുടെ പള്ളിയുണ്ടെങ്കിൽ ഔദ്യോഗികമായ പള്ളിയുണ്ടായിരുന്നു അല്ലേ പള്ളിയുടെ നിരപ്പേ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ മുസ്ലിം രക്ഷ വേണം പള്ളിക്ക് മാറും. പക്ഷേ പക്ഷേ എത്ര ഇതുണ്ട് എത്ര ഒരു പുസ്തകത്തിന് 5 മിനിറ്റ് വേണേ അതിനുള്ള പള്ളിയിൽ പോയിട്ടാണ് ചിന്ത മനസ്സിലാക്കുന്നത്. ഈ പള്ളിയുടെ ചുറ്റുമൊത്ത് എത്ര ആളുണ്ടോ സുബ്ഹാനല്ലാഹ് എത്ര ആളുണ്ടോ എത്ര മനുഷ്യന്മാരുള്ള 4 ഭാഗത്തിലും പാർലമെന്റ് പള്ളിയുടെ പിന്നെ അപ്പുറത്തെ പള്ളിയുടെ ഇപ്പുറത്തെ പള്ളിയുടെ എത്ര ബാധിവേദന സുബ്ഹാനല്ലാഹ് ഈ ബാധിവേദനും സുബ്ഹാനല്ലാഹ് ഔദ്യോഗിക പള്ളിയിൽ പോകില്ല പള്ളിയിൽ പോകുന്ന ചിന്ത വേണമെന്നില്ല. എന്റെ നാളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തമേ ഇല്ലാണ്ടായിട്ട് എന്തേ വന്നുണ്ടാ നാളെ ഇബ്ലീസ് ഞങ്ങളെ ഈ സ്വർഗ്ഗത്തിൽ ഈ നരക ഈ സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവിനെ ഇബ്ലീസിനെ ഭർത്താവിനെ ഈ ഭൂമി തന്നെ കടുത്തിട്ടാകുന്നത് ഇബ്ലീസ് ചെന്ന അല്ലാഹുവേ നക്തി ഖിയാമത്ത് കോലത്ത് നീ താഴ്ന്ന കൊണ്ട് ചെന്നതാ അപ്പ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെന്ന ഖിയാമത്ത് കോലുള്ള താഴ്ന്ന അതായത് രണ്ടാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്ത് കാഹളത്തിൽ ഊതി രണ്ടാമത്തെ ഊതിൽ ഔത്തോളൊക്കെ താഴ്ന്നു തന്നു. അപ്പ അല്ല ചെന്ന ഔത്തോളുള്ള താഴ്ന്ന ഔത്തോളുള്ള താഴ്ന്നു തന്നത് രണ്ടാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതോത്തോളുള്ള താഴ്ന്നു തന്നത്. ഇത് ഞങ്ങൾ ആരും കബറിൽ കിടക്കുന്നു ഇബ്ലീസ് കബറിൽ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ താഴ്ന്നു കൊടുത്തത് ഖിയാമത്ത് ഒരു മനുഷ്യൻ വൈകൊടുത്തു അല്ലെങ്കിൽ ഖിയാമത്ത് ഇബ്ലീസിനുള്ള താഴ്ന്നു ആ താഴ്ന്നു കൊടുത്തിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ചെല്ലേന്ദ്ര കൊണ്ടുണ്ടാ അല്ലാഹുവേ നക്തി ഖിയാമത്ത് തോള താഴ്ന്നു തന്നല്ലേ എനിക്കിന്റെ പള്ളിയിൽ പോകേണ്ടത് തടയേണ്ടത് എന്റെ സ്വലാ ലാ ഖൂലന്ന സിറാത്തൽ മുസ്തഖീം നിന്റെ പള്ളിയിലായിരിക്കുന്ന നേരായ തെരുവുണ്ടല്ലേ നീ പോയിട്ട് നേരായ തെരുവുണ്ടല്ലേ ആത്മാവിൽ നല്ല തെരുവ് പോകുന്നുവോ നാനാ തെരുവിൽ പോയിട്ട് ദഹിക്കുവേ ദഹിച്ചിട്ടാകലല്ല അറിയുന്ന
പള്ളിയിൽ കാത്തു കൊടുക്കുമ്പോ അവിടെ പള്ളിയിൽ പോകും ഭർത്താവ് അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാവരെയും നല്ല നേരിടുന്ന തപ്പാട്ടുകൊണ്ട് അള്ളാഹു ചെന്നപ്പോ അള്ളാഹു നല്ലതല്ല ആൾമാരല്ല ഇഖ്ലാസുള്ള ഈമാനുള്ള ആൾമാര് നിത്യാന്തര ആത്മ സാധ്യതയില്ലാണ്ട് അള്ളാഹു ഇബ്ലീസിനെ ചെന്നത് എത്ര ആൾമാർ എത്ര മക്കൾ മദ്രസകളുടെ എത്ര മക്കൾ ഉത്തരവുണ്ടാവും പള്ളി അള്ളാഹ് പള്ളി അള്ള വിളിക്കുന്നു അല്ല ബാക്കി ടൈമിൽ പള്ളി വേണ്ടോ പള്ളി നിസ്കരിക്കുന്നു എന്ന പള്ളി പോലും പള്ളി പോലും പള്ളി പോലും സലാത്തിന് പോലും പിന്നെ മുസ്ലിം സ്വത്തല്ല അള്ളാഹ് എല്ലാവരും പറയുന്നു അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ഈ ദുനിയാവിൽ പോലെ അർറഹ്മാൻ ജനത ഈ ദുനിയാവിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതും അള്ളാഹുവായിട്ട് ഒരേപോലെ ഒരു കരുണ കാണിക്കുന്ന അള്ളാഹു. അപ്പോ ഞങ്ങളുടെ കയ്യിൽ ഇതെല്ലാം കിട്ടണ ഈ അധികാരം അതേപോലെ തന്നെ ഇതെല്ലാം കിട്ടണ വെറുതെയുള്ള സ്വഭാവം സുബ്ഹാനല്ലാഹ് നിരാശരാക്കി നോക്കൂ. ഇന്ത്യനോട് കൂടുതലായിരിക്കുന്ന പത്രികളെ പേര് അല്ലെ പത്രികളെ പേരാകുന്നത് ചെന്നത് ഈ പത്രിക എത്ര ആളുണ്ട് 313 ആൾമാർ വെറും 313 ആൾമാരാണ് പോയിട്ട് എങ്ങനെ കയ്യില് ബാളില്ല കുറ്റ ബാൾ അതേപോലെ തന്നെ തിന്നോക്കില്ല കുടിക്കുന്നില്ല നോമ്പ് പിടിച്ചിട്ട് അത് നോമ്പ് പിടിക്കണമെങ്കിൽ അത്താഴത്തിന് വെറും ഒരു ഗ്ലാസ് കഞ്ഞി പോലെ താഴെ ഇങ്ങനെല്ലാം പിടിച്ചിട്ടാണ് നോമ്പ് പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പത്രികത്തിൽ പോകുന്നത് അപ്പുറത്തില്ല നല്ല കടിയന്മാർ നല്ല കണ്ണു പിടിച്ചിട്ട് നല്ല ചുറ്റിട്ട് നല്ല രാഹത്തിൽ വന്ന് 10,000 ആൾമാർ ആയിരക്കണക്കിന് ആൾമാരെ ഇതാണ് ഈ പത്രിക പോയിട്ട് ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. പത്രികളെ അല്ലാഹു സഹായിക്കട്ടെ. മലായികത്തെ ഇറങ്ങി കൊടുക്കുന്നത് അല്ലാഹു സഹായിക്കട്ടെ. അപ്പോൾ കേട്ട ആ പത്രികൾക്ക് അല്ലാഹു സഹായിച്ച മലായികത്തെ സുബ്ഹാനല്ലാഹ് ഫലസ്തീനിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് മക്കളെ കൊല്ലുന്നതോ ആയിരക്കണക്കിന് മക്കളെ കൽത്താർക്കുന്നതോ സുബ്ഹാനല്ലാഹ് കൈകാലം മുറിക്കുന്നതോ പെണ്ണുകളെ പരിചയ റോട്ടിൽ എറിയുന്നതോ സുബ്ഹാനല്ലാഹ് ആയിരക്കണക്കിന് മനുഷ്യന്മാരെ ഭയപ്പെടുത്തുന്നതോ സുബ്ഹാനല്ലാഹ് ഈ മലായികത്ത് അല്ലാഹുവില്ലാത്ത ആ ബദറിൽ ഇറങ്ങിയ മലായികത്ത് അല്ലാഹുവില്ലാത്ത വേണ്ട നിങ്ങളുടെ ബാബരി മസ്ജിദിൽ ചെല്ല് നിങ്ങൾ ഏറ്റവും വലിയ പള്ളി അതിന് വേണമായിട്ട് എന്തെല്ലാം ഹോറാണ്ടാ ബാബരി മസ്ജിദിന് വേണമായിട്ട് ആ ബാബരി മസ്ജിദ് ബാക്കിയുള്ള അധികാരങ്ങൾക്ക് അത് പിടിച്ചെടുക്കുന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലായികത്തില്ലാത്ത ഇന്ന് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറങ്ങിയില്ല എന്തേ ഇറങ്ങാതെ ഇന്നും അല്ലാഹു മലായികത്തില്ലേ ഉണ്ടോ. പക്ഷേ അല്ലാഹുവിന്റെ സഹായമല്ല എന്തുകൊണ്ടെന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു അതുപോലും മശ്ഹൂരി വലാ തഖുറൂൻ വദുകുർനി നിങ്ങൾ എന്റെ നടപ്പാകോ നിങ്ങൾ എന്റെ നടപ്പാകോ നിങ്ങൾ എന്റെ നടപ്പാകെങ്കിൽ അത് കൊടുക്കുന്ന നിങ്ങൾ എന്റെ നടപ്പാകണേ നിങ്ങൾ എന്റെ നടപ്പാകെങ്കിൽ നിങ്ങൾ എന്റെ നടപ്പാകണേ മശ്ഹൂരി നിങ്ങൾ എന്റെ താങ്ക്സ് ചെല്ലോ ഞാൻ ആദ്യ നിയമത്തിൽ ഞാൻ തന്നതായിരിക്കും അനുഗ്രഹങ്ങൾ നിങ്ങൾ താങ്ക്സ് ചെല്ലോ വലാ തഖുറൂൻ നിങ്ങൾ നന്ദിയില്ലാത്ത മനുഷ്യന്മാരാവുക നിങ്ങൾ നല്ല നന്ദിയില്ലാത്ത മനുഷ്യന്മാരാവുക നിങ്ങൾ എപ്പോഴും നല്ല നിലപാക്കിയെങ്കിൽ ഞാൻ നിങ്ങളെ നിലപാക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരത്തിലെ ബദ്രീക മുഹമ്മദ് സുബ്ഹാനല്ലാഹ് ഒരു ആൾമാർഗത്തിന്റെ ബദ്രീകളുടെ തന്നാല് പോവണ്ട ബാബ എത്രയോ ആയിരക്കണക്കിന് ആൾമാരുള്ളാരെ അങ്ങനെ കയ്യിൽ കത്തിയുണ്ടോ ദണ്ഡമുണ്ടോ നിങ്ങളങ്ങനെ ബുദ്ധികൊള്ളുവാണ് നിങ്ങളെ പൊടിയെത്തി ബാക്കിയാവല നിങ്ങളെ മക്കളെല്ലാം എത്തി മക്കളായിട്ട് പോകും
അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ദിക്ർ ചെന്നിട്ടാണ് ബദ്രീയത്തിൽ പോയതുകൊണ്ട് ബദ്രീയത്തിൽ പോയിട്ട് അവിടെ യുദ്ധ ചെയ്യുമ്പോൾ അല്ലാഹു അവന്റെ മലായികത്തികൾ ഇറങ്ങി അവിടെ സഹായിച്ചു. ഓ ആ ബദ്രീകൾ ഇറങ്ങി ആ മലക്കുകൾ ഇറങ്ങി അല്ലാഹു സഹായിച്ചു. അപ്പോൾ ഈ ഭൂമിയിൽ മലായികത്തിൽ ഇറങ്ങുന്ന അങ്ങനത്തെ കപ്പാസിറ്റി ബദ്രീകൾ ഈ ഭൂമിയിൽ ബദ്രീ വേറെ ആരെങ്കിലും യുദ്ധാത്മകത്തിൽ ഇറങ്ങിയത് പാടില്ല. അതുകൊണ്ടാണ് മാത്രമല്ല ഇതിനെ കുട്ടികളുടെ മാത്രമെന്ന് ചെറിയ സാധാരണ എപ്പോൾ പണ്ടങ്ങായിട്ട് അപ്പൊ ഈ പരാത്ത ഈ മെസ്സേജ് ചങ്ങായിമാർ അങ്ങനെയുള്ളത് കൊണ്ടുവന്നു. ഈ പള്ളിയുടെ ഉഷാറാക്കും, ഈ പള്ളിയുടെ ഉഷാറാക്കാവുന്നു. മാത്രമല്ല ഈ പള്ളിയുടെ ഉഷാറാക്കാൻ കൊടുത്ത് എല്ലാ കാലത്തും അതേപോലെ തന്നെ മക്കളെ കടത്തൽ വിശേഷം അതേപോലെ തന്നെ പള്ളിയുടെ സഹായം എല്ലാത്തിനും കൂടെ പള്ളിയിൽ മക്കളെ കടത്തമോ ഞങ്ങളെ മക്കളെ ഇവിടെ പള്ളിയുടെ സൈക്കിൾ അവിടെ റോഡ് സൈക്കിൾ അവിടെ ഇവിടെ ഇടാറ് ഞങ്ങളെ മക്കളെ അപ്പൊ ഞങ്ങളെ മക്കളെ തന്നെ എന്താക്കുമോ പള്ളിയിൽ ബുദ്ധിച്ചത് മക്കളെ എന്താക്കുമോ പള്ളികളിലെ ബന്ധം ചെയ്യുമാരാവട്ടെ. Gracias.